ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, പ്രൈസ് ലോർഡ്. നിങ്ങൾ ശ്രവിക്കുന്നു ജീവൻ്റെ അപ്പം. ഇന്നലെ നമ്മൾ കണ്ടത് ശുദ്ധീകരണം, വിശുദ്ധിയെ പറ്റിയാണ്. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മളെ വിളിച്ചു. ആ വിളിച്ച് രാജകീയ പുരോഹിത വർഗമാക്കി, വിശുദ്ധ വംശമാക്കി, സ്വന്തം ജനമാക്കി തീർത്തു. ആ സ്വർഗീയ പിതാവ് എത്ര നല്ല പിതാവാണ്. അപ്പോൾ ആ പിതാവിൻ്റെ ആഗ്രഹം എന്താണ്? നമ്മൾ ആ അന്ധവിശ്വാസങ്ങൾ അതൊക്കെ ഇന്നലെ നമ്മൾ കണ്ടല്ലോ. മുഹൂർത്തവും വാസ്തുവും നല്ല ദിവസവും ചീത്ത ദിവസവും അങ്ങനെയൊക്കെ ഉണ്ടോ? നമുക്ക് നക്ഷത്രഫലവും കൈനോട്ടങ്ങളും അതൊന്നുമില്ല. നമ്മുടെ രേഖയെല്ലാം ഈ ബൈബിളിലാണ് അല്ലേ? നമ്മുടെ ഫ്യൂച്ചറെല്ലാം ബൈബിളിലുണ്ട്. ഇറ്റ്സ് ഓൾ ഐ എം ടോക്കിംഗ് ടു യു. യുവർ ഹോൾ ഫ്യൂച്ചർ ഈസ് ഇൻ ദ ബൈബിൾ. ദർ ഇസ് ഒരു തത്തയ്ക്കും പറയാൻ പറ്റിയല്ല, ഒരു മനുഷ്യനും പറയാൻ പറ്റിയല്ല, ഒരു കൈനോട്ടക്കാരനും പറയാൻ പറ്റിയല്ല. ഞാൻ അതൊക്കെ ആദ്യമൊക്കെ ഞാനങ്ങനെ വിശ്വസിച്ച് അവർ പറയുന്നതെല്ലാം ഓർത്തിരുന്ന് ശരിയാ, എനിക്ക് അങ്ങനെ അപകടം വരും, എനിക്ക് അങ്ങനെ ഇരിക്കും, നീ ഇന്ന വയസ്സാകുമ്പം നീ വീട് കെട്ടും, ഇന്ന വയസ്സാകുമ്പം കല്യാണം കഴിക്കും, ഇന്ന വയസ്സാകുമ്പം ഇത് അങ്ങനെ ചെയ്യും, അങ്ങനെയൊക്കെ പറയും. അതൊക്കെ ശരിയാകണമെന്നൊന്നുമില്ല. ചിലതൊക്കെ ശരിയാകുമായിരിക്കും, പക്ഷേ അതൊന്നും നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. ഞായറാഴ്ച ഒരു പത്രം വരും, ആ പത്രത്തിൽ സപ്ലിമെൻറ്റിൽ ഇതുണ്ട്, നക്ഷത്രഫലം, നിൻ്റെ ഈ ആഴ്ച നിൻ്റെ ഫലം ഇങ്ങനെയാണ്, ഈ ആഴ്ച നല്ലതാണ് ചീത്തയാണെന്നൊക്കെ പറഞ്ഞ് അതെല്ലാം വിശ്വസിച്ച് മനസ്സ് പുണ്ണാക്കാതെ ദൈവവചനം പറയുന്നത് വിശ്വസിച്ച് മുമ്പോട്ട് പോവുക. യുവർ ഫ്യൂച്ചർ ഈസ് ഇൻ ഗോഡ്സ് ഹാൻഡ്. ഹീ ഹോൾഡ്സ് യുവർ ടുമോറോസ്. ആമേൻ. യേശുവിന് നിങ്ങളുടെ ബ്ലൂ പ്രിൻ്റ് ഉണ്ട്. യേശുവിൻ്റെ കാര്യത്തിലാണ് നിങ്ങളുടെ ഫ്യൂച്ചർ, ഭാവി എല്ലാം അങ്ങോട്ട് ഏൽപ്പിക്കുക. ദൈവമേ, നീ എനിക്ക് നല്ലത് മാത്രമേ ചെയ്യുള്ളൂ. എൻ്റെ ഭാവിയും എൻ്റെ ജീവിതവും എന്നെ പൂർണ്ണമായും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു എന്നൊന്ന് പറഞ്ഞു നോക്കിക്കേ. ആമേൻ. ഇന്ന് ഹോളിനെസ്സിനെ പറ്റിയാണ് നമ്മൾ. വിശുദ്ധി പ്രാപിക്കാൻ എത്രമാത്രം നമ്മൾ എന്നും ദൈവത്തോട് കൃപ ചോദിക്കണം. എന്നും നമ്മളുടെ അവയവങ്ങൾ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് 1 കൊരിന്ത്യർ 6:20 നമ്മൾ പഠിച്ചതുപോലെ. എന്തുകൊണ്ടെന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നമ്മുടെ ശരീരം അല്ലേ? ശരീരത്തിലെ ഓരോ അവയവവും കർത്താവിന് സമർപ്പിച്ച്, പരിശുദ്ധാത്മാവേ വിശുദ്ധിയിലേക്ക് നയിക്കണമേ, എനിക്ക് വിശുദ്ധമായ ജീവിതം നയിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ദിവസം പ്രാർത്ഥിച്ചു വേണം നിങ്ങളുടെ ദിവസം തുടങ്ങുവാൻ. ആമേൻ. എന്ന് ഹീബ്രൂസ് ചാപ്റ്റർ 12:14 എബ്രായ ലേഖനം 12:14 പറയുന്നു, പെർസ്യൂ പീസ് വിത്ത് ഓൾ പീപ്പിൾ ആൻഡ് ഹോളിനെസ് വിത്തൗട്ട് വിച്ച് നോ വൺ വിൽ സീ ഗോഡ്. എന്താ പറഞ്ഞത്? നിങ്ങൾ എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. യു ഹാവ് ടു മേക്ക് ആൻ എഫർട്ട്. ഉത്സാഹിക്കാനാണ് പറഞ്ഞു. സെലസ്. ശുദ്ധീകരണം എന്തുകൊണ്ടെന്നാൽ ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല എന്ന്. വിത്തൗട്ട് ഹോളിനെസ് നോ വൺ ക്യാൻ സീ ഗോഡ്. വിശുദ്ധിയില്ലാതെ ആർക്കും ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ പാടില്ല, സാധിക്കുകയില്ല. വിശുദ്ധി ഇല്ലെങ്കിലും എങ്ങനെയാണ് വിശുദ്ധം കിട്ടുന്നത്? നമ്മുടെ യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കണം. അതിൽ നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞു, ഇപ്പം കൃപായുഗമാണ്, ഇപ്പം അത് സാധിക്കും. നമ്മളിപ്പം ജീവിച്ചിരിക്കുന്നു. യേശു വരുന്നവരെ നമുക്ക് കൃപയുണ്ട്. ദൈവം കൃപ കാണിച്ചേക്കും. എന്ത് വലിയ പാപമാണേലും, എന്ത് ദുഷ്ട പ്രവൃത്തി നീ ചെയ്താലും നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ യേശുവിന് സാധിക്കും. യേശുവിന് മാത്രമേ, ദൈവത്തിന് മാത്രമേ നിന്നെ ഒരു പുതിയ ജീവിതം തരാൻ സാധിക്കുള്ളൂ. നിനക്കൊരു പുതിയ ജീവിതം, നിന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കുവാൻ ദൈവത്തിന് മാത്രമേ സാധിക്കുള്ളൂ. അത് കർത്താവിൽ ആശ്രയിക്കണം. ആ യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് വിശുദ്ധീകരണം പ്രാപിക്കും. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധിയില്ലാതെ ആർക്കും ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ സാധിക്കുകയില്ല. Psalm 24:3 says, Who may ascend to the hill of the Lord? Those who are clean hands. എല്ലാവരും പറഞ്ഞേ, clean hands. Those who are pure heart and pure lips. 3 കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ മുമ്പിൽ വിശുദ്ധിയില്ലാതെ ആർക്കും പോകുവാൻ സാധിക്കില്ല എന്ന്. വിത്തൗട്ട് ഹോളിനെസ് നോ വൺ ക്യാൻ സീ ഗോഡ്. ദൈവത്തെ കാണാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ ഇവിടെ അത് തന്നെ പറയുന്നു. സോ ദിസ് ഈസ് Psalm വേഴ്സ് 24:3 പറയുന്നത്, ആരാണ് ദൈവത്തിൻ്റെ പർവ്വതത്തിൽ നിൽക്കാൻ യോഗ്യൻ? വിശുദ്ധമായ കരമുണ്ടാകണം, വിശുദ്ധ നാവുണ്ടാകണം, ആൻഡ് വിശുദ്ധ ഹൃദയം ഉണ്ടാകണം. 3 കാര്യങ്ങൾ. സോ വ്യാജത്തിന് മനസ്സ് വയ്ക്കാതിരിക്കണമെന്ന്. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവൻ്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? വെടിപ്പുള്ള കൈ. നിങ്ങളുടെ കൈ വെടിപ്പുള്ളതാണോ? നിങ്ങളുടെ കൈ കൊണ്ട് എന്തൊക്കെ പാപം ചെയ്തു? നിങ്ങളുടെ കൈ കൊണ്ട് ചെയ്ത് കാണും. അത് എന്ത് ചെയ്യണം? കർത്താവേ, ഞാൻ ഈ കൈ കൊണ്ട് ഇന്ന പാപം ചെയ്തേ
അങ്ങനെ ക്ഷമിച്ച് അങ്ങയുടെ രക്തത്താൽ ഒന്ന് കഴുകി ഞാനൊരു സാനിറ്റൈസറായിട്ട് അങ്ങയുടെ ബ്ലഡ് റിസീവ് ചെയ്യുന്നു എന്ന് പറഞ്ഞ്. രണ്ടാമത്, നിർമ്മല ഹൃദയം, പ്യോർ ഹാർട്ട്. യുവർ ബോഡി ഈസ് ദ ഹോളി പ്ലേസ് ആൻഡ് ഹാർട്ട് ഈസ് ദ ഹോളിയസ്റ്റ് പ്ലേസ്, മോസ്റ്റ് ഹോളി പ്ലേസ്. അതായത് ശരീരം മുഴുവൻ പരിശുദ്ധ സ്ഥലം, ഹൃദയം അതിപരിശുദ്ധ സ്ഥലം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഹൈ പ്രീസ്റ്റ് അലോൺ വെൻ ടു ദ ഹോളി ഓഫ് ഹോളീസ്. സാധാരണ പുരോഹിതന്മാർ പുറത്ത് നിൽക്കുമായിരുന്നു. ഒരു കർട്ടനിട്ടിട്ടാണ് അവിടെ വിഭാഗിച്ചിരിക്കുന്നത്. ആ കർട്ടൻ്റെ പുറത്ത് കുറേ പേര് പൂജ ചെയ്യും. ഈ ആനിമൽ ബ്ലഡ് എല്ലാം കൊണ്ടുവന്ന് രക്തബലി അർപ്പിക്കുമായിരുന്നു. പഴയ നിയമത്തിലെ കാര്യമാണ്. പിന്നെ അതിവിശുദ്ധ സ്ഥലത്ത് ഹൈ പ്രീസ്റ്റ്, പ്രധാന പുരോഹിതനായ അഹ്റോനെ പോലെയുള്ളവർ ആദ്യം സ്വന്തമായിട്ട് ക്ലൻസ് ചെയ്യും ബ്ലഡായിട്ട്, ആനിമൽ ബ്ലഡ്. പിന്നെ ഒരു കോപ്പയിൽ ആ ആനിമൽ, മൃഗത്തിൻ്റെ, ആട്ടുകൊറ്റന്മാരുടെ രക്തം എടുത്തുകൊണ്ട് അതിവിശുദ്ധ സ്ഥലത്തേക്ക് പേടിച്ച് പോകും. പേടിയോടും വിറയലോടുമാണ് പോകുന്നത്. എന്തുകൊണ്ടെന്നാൽ സ്വർഗീയ പിതാവിൻ്റെ അടുത്ത് ആർക്കും നിൽക്കത്തില്ല. ഭയങ്കരമായ പേടിയാണ്. കൺസ്യൂമിങ് ഫയറാണ് ദൈവം. മേഴ്സിഫുൾ ഗോഡൊക്കെ മേഴ്സിഫുൾ ഫാദറായത് യേശു വന്നു കഴിഞ്ഞാണ് അധികം കൃപ കാണിക്കുന്നത്. പഴയ നിമിത്തി വലിയ കൃപയൊന്നും ഇല്ലായിരുന്നു, ഇപ്പോഴാണ് കൃപ. അപ്പോൾ അങ്ങനെ പേടിച്ച് വിറച്ച എന്തെങ്കിലും പാപം ചെയ്തെങ്കിൽ ഈ പ്രധാന പുരോഹിതൻ അവിടെ ചത്തു വീഴും. അതുകൊണ്ടാണ് ഇങ്ങനെ മാതളങ്ങയൊക്കെ ഉണ്ടായിരുന്നു, ഈ ബെൽ പോലെ കെട്ടുവേ ആ വസ്ത്രത്തിൽ. നിങ്ങൾ കണ്ടിട്ടുണ്ട് അച്ഛന്മാരൊക്കെ വലിയ കാസക്ക്, അതായത് ഈ ലോഹയൊക്കെ ഇടുന്നത്. അതിൻ്റെ അരയ്ക്കൊരു കെട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊരു വള്ളി പുറത്തേക്ക് വരും. എന്തിനാ? ആ ഹൈപ്രീസ്റ്റ് അതിൻ്റെ അകത്ത് വേണമെങ്കിൽ ആർക്കും പോയി എടുത്തുകൊണ്ട് വരത്തില്ല ശവശരീരം. അത് വലിക്കണം. ആ വള്ളി വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോകും. അത്രയ്ക്ക് ഭയങ്കരമായിരുന്നു. യേശു ക്രിസ്തു വരുന്നതിന് മുമ്പുള്ള സ്ഥിതിയാണത്. അപ്പോൾ ഇങ്ങനെ ഈ മാതളം, ഈ പോമഗ്രാനറ്റിൻ്റെ ബെല്ലുണ്ട്, ബെല്ല് സൗണ്ടുണ്ട്. ഇങ്ങനെ പൂജ ചെയ്യുമ്പോൾ ഇങ്ങനെ ഹീ ഡസ് യുനോ വർഷിപ്പ്, ഇങ്ങനെ പൂജ ചെയ്യുമ്പോൾ അങ്ങനെ ആ ബെല്ലുകൾ ഇങ്ങനെ ഡിങ് 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 നടിക്കും. അന്നേരം പുറത്ത് നിന്നുകൊണ്ട് എല്ലാവരും പറഞ്ഞു, അയ്യോ ഞങ്ങളുടെ ഹൈ പ്രീസ്റ്റ്, ഞങ്ങളുടെ പ്രധാന യാചകൻ ജീവിക്കുന്നു എന്ന് അവർ സന്തോഷിക്കും. ആ സൗണ്ട് കേട്ടില്ലെങ്കിൽ അവിടെ എന്തോ സംഭവിച്ചു. ഒരു പ്രാവശ്യം സക്രിയ പുരോഹിതനാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 1 അധ്യായത്തിൽ. സക്രിയ പുരോഹിതൻ ഇങ്ങനെ ദൈവത്തിൻ്റെ ആലയത്തിൽ ഹി വാസ് ഡൂയിങ് ദ മിനിസ്ട്രി. അന്നേരം ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നിൻ്റെ ഭാര്യ, അതായത് പ്രായമുള്ള ഭാര്യ, ഒരു മകനെ കൺസീവ് ചെയ്യാൻ പോവുകയാണ്. ആ മകന് സ്നാപയോനാണ്. ആ മകനെ കൺസീവ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഇതെങ്ങനെയാണ്, ഞങ്ങൾ വയസ്സായ ഞങ്ങൾക്ക് എങ്ങനെയാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചേ ഉള്ളൂ. മേരി ചോദിച്ചപ്പോൾ കുഴപ്പമില്ലായിരുന്നു. മറിയ ചോദിച്ചു ഇതെങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞപ്പോൾ ദൂതൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. അങ്ങനെ ആത്മാവിൽ കൂടെ ജനിക്കുന്ന ഒരു ഇതാണ് ഇമ്മാനുവൽ, ജീസസാണ് നിൻ്റെ ഉദരത്തിലുള്ളതെന്നൊക്കെ. അപ്പോൾ അവൾ വിശ്വസിച്ചു. അപ്പോൾ പ്രധാന പുരോഹിതൻ ഇങ്ങനെ ചോദ്യം ചോദിച്ചപ്പോൾ ഉടനെ ഡമ്പായിപ്പോയി. നീ ഇനി മൗനമായിരിക്കും, നിൻ്റെ കുഞ്ഞ് ജനിക്കുന്നവരെ നീ മൗനമായിരിക്കും, എന്തുകൊണ്ടാൽ ദൈവത്തെ വിശ്വസിച്ചില്ല എന്ന്. സോ ദോസ് ആർ ക്ലോസർ ടു ദ ഗ്ലോറി ഓഫ് ഗോഡ്. ദൈവത്തോട് കൂടുതൽ അടുപ്പമുള്ളവർക്ക് കൂടുതൽ പണിഷ്മെൻ്റ് ഉണ്ട്. അങ്ങനെയാണ് അപ്പോസ്തല പ്രവൃത്തി അനനിയ സഫീറ എന്ന് പറഞ്ഞ 2 പേര്. അവരൊത്തിരി ഗ്ലോറിയിലായിരുന്നു, ദൈവത്തിൻ്റെ മഹിമ കണ്ടവരാണ്. അപ്പോൾ അവർ സ്ഥലം വയ്ക്കുകയോ പൈസ മറച്ചു വയ്ക്കുകയോ അതല്ല അവിടെ പ്രശ്നം. അവർ നുണ പറഞ്ഞു. പരിശുദ്ധാത്മാവ് ഇത്രയേ ഉള്ളൂ എന്ന് ചോദിച്ചപ്പോൾ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. 2 പേരും അവിടെ മരിച്ചു വീണു. അഹ്റോൻ്റെ പുത്രന്മാർ, അവർ ഗ്ലോറി ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ പ്രധാന പുരോഹിതൻ്റെ മക്കളാണ്. അവർ തോന്നിവാസം നടന്നപ്പം അവർ അവർ ഹോളിനെസ് ഇല്ലാതെ, വിത്തൗട്ട് ഹോളിനെസ് ദേ വേർ ഡൂയിങ് ദ മിനിസ്ട്രി. അവരെന്തോ ഇങ്ങനെ ധൂപക്കുറ്റി എന്തോ ചെയ്തു. അത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. ഫയർ കെയിം ഡൗൺ ഫ്രം ഹെവൻ ആൻഡ് ദേ കൺസ്യൂം. 2 പേരും ഭസ്മമായി പോയി എന്ന് അഹ്റോൻ്റെ പുത്രന്മാർ. അത് ലെവിറ്റിക്കസ് ചാപ്റ്റർ 10, ലേവ്യ പുസ്തകം 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നിട്ട് ദൈവം പറയാം, ദോസ് ഹു കം ടു മീ ദേ ഷുഡ് ബി റിഗാർഡഡ് ആസ് ഹോളി. വിത്തൗട്ട് ഹോളിനെസ് നോ വൺ ക്യാൻ സീ ഗോഡ് എന്ന്. അപ്പം വിശുദ്ധിയില്ലാതെ ആരും ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകരുത്. വിശുദ്ധ കരം, വിശുദ്ധ നാവ്, വിശുദ്ധ ഹൃദയം, ഇതെല്ലാം നിങ്ങൾക്കുണ്ടോ? ഇല്ലെങ്കിൽ കർത്താവിനോട്, ദൈവമേ എന്നോട് ക്ഷമിക്കണമേ, എന്നെ വിശുദ്ധിയിലേക്ക് നയിക്കണമേ, വിശുദ്ധമായ അതരം, വിശുദ്ധമായ ഹൃദയം, വിശുദ്ധമായ കരം എനിക്ക് തരണേ, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.